കന്യസുസാരിനെ പറ്റി പറയുന്നത് മുഖം കെടട്ടെ എന്ന് ദ്വാരുന്നിരുന്നു, മുഖം കെട്ടുപോട്ടെ ദ്വാരുന്നു. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്യത്തുത്താതെ പറഞ്ഞ വാചകം, സമത്വക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ, അല്ലാഹു മുഖം കെടുത്തട്ടെ. കന്യസുതാദ് മനഃപൂർവ്വം ബോധത്തോടുകൂടി അങ്ങനെ ദ്വാർക്കുവോ? അങ്ങനെ ദുആ ചെയ്യുമെന്ന് ഒരു മുസ്ലിം പണ്ഡിതന് പറയാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ സംഗതിയും പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ഒരു സംഗതിയാണ് മുഖം കെടട്ടെ എന്ന് ദ്വാർക്കാൻ പാടില്ല. പേരോടിന്റെ വകയല്ല. ഇമാം ബുഖാരിയുടെ കിതാബ് അദബിൽ മുഫ്രദ് എടുത്തു നോക്കിക്കോ. കിതാബ് അദബിൽ മുഫ്രദ് ബുഖാരി ഇമാമിന്റെ കിതാബാണ്. അതിലൊരു അധ്യായമാണ് ബാബു ലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹ, മുഖം കെടുത്തട്ടെ എന്ന് ദുആർക്കാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് അതിൽ സനദ് ഉദ്ധരിക്കുകയാണ്. ഇമാം ബുഖാരി ഹദ്ദസനാ ഹജ്ജാജ് ഖാല ഹദ്ദസനാ ഇബ്നു ഉയൈന അൻ ഇബ്നു അജ്ലാൻ സഈദ് അൻ നബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂലു ഖബ്ബഹല്ലാഹു വജ്ഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഖം കെടട്ടെ എന്ന് ഒരാളെ പറ്റി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇമാം ബുഖാരി അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഹദീസിനെതിരെ മുഖം കെടട്ടെ എന്ന് കണ്യത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചു എന്ന് ഒരു വിവരമുള്ളവന് പറയാൻ കഴിയൂല. അങ്ങനെ നിങ്ങൾ ആരും വിശ്വസിക്കാനും പാടില്ല. ബോധത്തോടെ കണ്യത്ത് ഉസ്താദ് അങ്ങനെ പറയൂല, പറഞ്ഞു എന്ന് വിശ്വസിക്കാനും പാടില്ല. റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ച ആളല്ല കണ്യത്ത് ഉസ്താദ്, മറിച്ച് ഓരോ രംഗത്തും വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ് കണ്യത്ത് ഉസ്താദ്. അതുകൊണ്ട് കണ്യത്ത് ഉസ്താദിനെയോ അതുപോലത്തെ ആലിമീങ്ങളെയോ നിന്ദിക്കുന്ന കക്ഷികൾ സുന്നിയുടെ പേരിൽ വന്നിട്ട് വഹാബിയത്ത് പ്രചരിപ്പിക്കുമ്പോ അവര് ഞങ്ങൾ സുന്നിയാന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് നമ്മളെ ആലിമീങ്ങളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുമ്പോ കള്ളത്തരീഖത്തുകാർ ഗസാലി ഇമാമിന്റെ കിതാബ് തള്ളിപ്പറയുന്നത് പോലെ കന്യത്ത് ഉസ്താദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്കെതിരെ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കക്ഷികളൊക്കെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തനാശയക്കാരിൽ അച്ചാരം വാങ്ങി നടക്കുന്നവരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സുന്നത്ത് ജമാഅത്തിന്റെ അണികൾക്കുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പിന്തുടർന്ന് ജീവിക്കാനും അങ്ങനെ ഹക്കിന്റെ വക്താക്കളായി ഹക്കായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വചനം ചൊല്ലി മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്.